നമ്മൾ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്ന സമയത്തെ ചിലർക്കെങ്കിലും ഉള്ളൊരു സംശയമാണ്, നമ്മുടെ സഹായത്തിനായിട്ട് ഗുരുവായൂരപ്പൻ വരുമോ, നമ്മുടെ സങ്കടങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കുമോ, എന്തേ ഗുരുവായൂരപ്പൻ വരാത്തതെന്നൊക്കെ പലർക്കും ഒരു സംശയമുണ്ട്. അങ്ങനെ യാതൊരു സംശയവും വേണ്ട കേട്ടോ. എപ്പോഴും ഭഗവാൻ നമ്മുടെ സഹായത്തിനായിട്ട് എത്തിയിരിക്കും. അങ്ങനെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നരസിംഹത്തെയാണ് ഉപാസിച്ചിരുന്നത്. ഒരു 10-12 കൊല്ലം അദ്ദേഹം നരസിംഹത്തെ ഇങ്ങനെ ഗാഢമായിട്ട് ഉപാസിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ സമപ്രായക്കാരൊക്കെ ഉപാസിക്കുന്നത് ഈ യക്ഷിയെ പോലെയുള്ള മൂർത്തികളിനൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെയാണെങ്കിൽ വേഗം പ്രസാദിക്കും, ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും പ്രസാദിക്കും, എന്നിട്ട് അനുഗ്രഹമൊക്കെ നൽകും. അപ്പോൾ ഇവരാണെങ്കിൽ ഈ മന്ത്രവാദികളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കും ഈ യക്ഷിയുടെ സഹായത്തോട് കൂടിയിട്ട്. എന്നിട്ട് ധാരാളം പണമൊക്കെ സമ്പാദിച്ച് ഇങ്ങനെ പണക്കാരൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ആണെങ്കിലും നരസിംഹത്തെ ആരാധിക്കുന്നുണ്ട്. നരസിംഹമാണെങ്കിൽ പ്രത്യക്ഷപ്പെടണില്ല. അപ്പോൾ കൂടെയുള്ളവരൊക്കെ കളിയാക്കി തുടങ്ങി, താങ്കൾ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ നരസിംഹത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ പോലെ യക്ഷി ഉപാസകനാകും, അപ്പോൾ വേഗം പണക്കാരനാകാം എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു നോക്കിയപ്പോൾ ശരിയാണ്, അദ്ദേഹം ഉപാസിക്കുന്നതിനേക്കാൾ അതിനൊക്കെ ശേഷം വന്നവരൊക്കെ ഇപ്പോഴേ പണക്കാരായി, ഇങ്ങനെ ഉപാസിച്ചിട്ട് യക്ഷിയെ പോലെയുള്ള മൂർത്തികളെയൊക്കെ ഉപാസിച്ചിട്ട്. അപ്പം എന്നാൽ പിന്നെ എനിക്കും അങ്ങനെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം നരസിംഹത്തെ ഉപാസിക്കുന്നത് നിർത്തിയിട്ട് യക്ഷിയെ ആരാധിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു വർഷമാകുമ്പോഴേക്കും യക്ഷി പ്രസാദിച്ചു, പ്രത്യക്ഷപ്പെട്ടു, അനുഗ്രഹമൊക്കെ നൽകി. അങ്ങനെ ഇദ്ദേഹവും ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പരിഹരിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം യക്ഷിയുടെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു കാര്യം യക്ഷിക്ക് ചെയ്യാനായിട്ട് വിസമ്മതം, ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ യക്ഷി എന്ത് ചെയ്തു, എന്നെ അനുസരിപ്പിക്കാനായോ നീ, എന്നോട് ആജ്ഞാപിക്കാനായോ നീ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വധിക്കാനായിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പം പോകും എന്നുള്ള ഒരു ഘട്ടം വന്ന സമയത്ത് പെട്ടെന്ന് ഒരു അലർച്ച അങ്ങോട്ട് കേട്ടു. എന്നെ 12 വർഷത്തോളം ഉപാസിച്ച ഇദ്ദേഹത്തെ വധിക്കാറായോ, ഇദ്ദേഹത്തെ തൊടാറായോ നീ എന്നാണ് ആ ഒരു അലർച്ച കേട്ടത് കേട്ടോ. കേട്ടപാടെ യക്ഷി ഓടിപ്പോയി. ഇദ്ദേഹം ഇങ്ങനെ വിറച്ചു നിന്നു. കേട്ടത് നരസിംഹത്തിൻ്റെ അലർച്ചയായിരുന്നു. കാണുപോലും ചെയ്തില്ല, കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യം വന്നത്, താൻ ഉപാസിച്ചതെല്ലാം ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു, തൻ്റെ രക്ഷയ്ക്കായിട്ടാണ് ഭഗവാൻ എത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതാണ് പറയുന്നത്, നമ്മൾ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോലും അറിയില്ല എപ്പോഴാണ് ഭഗവാൻ വരിക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ രക്ഷയ്ക്കായിട്ട് വരും. പക്ഷെ നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ, ആ ഒരു അനുഗ്രഹം നമുക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. ഒരിക്കലും ക്വിറ്റ് ചെയ്യാനായിട്ട് ഭഗവാൻ പറയില്ല. നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക, ഭഗവാനോട് കൂടെ ആയിരിക്കുക, നാമം ജപിക്കുക, ഭഗവാനെ ഉപാസിക്കുക. എപ്പോഴും നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ വരുന്നതായിരിക്കും കേട്ടോ.